പണ്ട് പണ്ട്, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ്, ഈ കാണുന്ന ലോകത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ലോകമുണ്ടായിരുന്നു. പരിപൂർണമായും പവിത്രതയും ശാന്തിയും നിറഞ്ഞ ഒരു ലോകം. തീർത്തും വ്യത്യസ്തമായ പ്രകാശത്തിൻ്റെ ലോകം. അവിടെ സൂര്യനെ പോലെ ഒരു പിതാവായ പ്രകാശവും മക്കളായി നിരവധി നക്ഷത്ര പ്രകാശങ്ങളുമാണ് വസിച്ചിരുന്നത്. ഒരിക്കൽ അതിലൊരു കുട്ടി പിതാവിനോട് പറഞ്ഞു, ഞാൻ പുതിയൊരു ലോകം കാണാൻ ആഗ്രഹിക്കുന്നു. പിതാവ് തൻ്റെ പ്രിയ സന്താനത്തെ സ്നേഹപൂർവ്വം നോക്കി യാത്ര പോകാൻ അനുവാദം നൽകുന്നു. പതുക്കെ പതുക്കെ എല്ലാ കുട്ടികളും ആ പുതിയ ലോകത്തിലേക്ക് യാത്ര തിരിക്കുന്നു. പുതിയ ലോകത്തിലെത്തിയ കുട്ടികൾ അവിടെ അവർക്ക് ലഭിച്ച സുഖങ്ങളിൽ വളരെയധികം സന്തോഷിക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾക്കുമപ്പുറം മികച്ചതായിരുന്നു ആ ലോകം. അതായിരുന്നു സ്വർഗം, സ്വർണിമ ലോകം. അങ്ങനെ സുവർണ കാലഘട്ടം ആരംഭിച്ച് ഏകദേശം 2500 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ശാന്തിയും സന്തോഷവും പതുക്കെ കുറയാൻ തുടങ്ങുന്നു. ആത്മനക്ഷത്രങ്ങൾ ശരീരബോധത്തിലേക്ക് വരികയും അനേകം വിഭാഗങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങുകയും പരസ്പരം ഭിന്നരെന്ന് വിശ്വസിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും അനേക ജന്മങ്ങളെടുത്ത് കാലപ്രവാഹത്തിലൂടെ ഒഴുകി കലിയുഗത്തിലെത്തുമ്പോഴേക്കും ആത്മനക്ഷത്രങ്ങളിൽ പരിപൂർണമായും അജ്ഞതയുടെ ഇരുട്ട് മൂടുന്നു. സുഖത്തിൻ്റെ ലോകം ദുഃഖപൂരിതമായി മാറുന്നു. അപ്പോൾ വീണ്ടും പിതാവായ പരമപ്രകാശം തളർന്നു വഴിമറന്ന തൻ്റെ മക്കളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ആ ജ്ഞാനസൂര്യൻ ഈ കലിയുഗീ ലോകത്തിലേക്ക് വന്ന് സ്വയം മറന്ന് വഴിമറന്ന് നമ്മൾ ആത്മപ്രകാശങ്ങൾക്ക് വീണ്ടും നമ്മുടെ പ്രകാശ ലോകത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്നു. നമ്മുടെ അന്വേഷണത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നാളുകൾ പൂർത്തിയാകുന്നു. നമ്മുടെ ആത്മഗ്രഹം നമ്മളെയും കാത്തിരിക്കുന്നു. ഇനി നമുക്ക് തിരിച്ചു പറക്കാൻ തയ്യാറാകാം. അടുത്ത യാത്ര ആരംഭിക്കുന്നതുവരെ വ്യത്യസ്തമായ ശാന്തിയിൽ വിശ്രമിക്കാം.